നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് മെയിനായിട്ട് അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ബി പി, ഉയർന്ന രക്തസമ്മർദ്ദം. മരുന്ന് കഴിച്ചിട്ടും ബി പി കുറയുന്നില്ല എന്ന് പറയുന്നവർ ഒട്ടനവധിയാണ്. അപ്പോൾ ഈ ബി പി കുറയ്ക്കുന്നതിന് വേണ്ടി ഈ മരുന്നിനോട് പാരലായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു നല്ലൊരു എക്സസൈസ് ആണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇതിന്റെ പേരാണ് ഐസോമെട്രിക് എക്സസൈസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഐസോമെട്രിക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഐസോ എന്നാൽ തുല്യം, ഈക്വൽ എന്നാണ് അർത്ഥം. മെട്രിക് എന്നാൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് എന്നുള്ള അർത്ഥമുണ്ട്. ഇതൊരു ഗ്രീക്ക് വേർഡിൽ നിന്ന് ഉദ്ഭവിച്ചതാണ്. അതായത് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മസിലുകൾക്ക് നീളം സംഭവിക്കുന്നില്ല. സ്ഥിരമായ ഒരു പൊസിഷനിൽ നമ്മൾ റിജിഡായിട്ട് ചെയ്യുന്ന ഒരു വ്യായാമ മുറയാണിത്. ഇതുമൂലം നമുക്ക് ബി പി എങ്ങനെ കുറയ്ക്കുന്നു എന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം. അപ്പോൾ ഐസോമെട്രിക് എക്സസൈസ് എങ്ങനെ ബി പി കുറക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഒരു നിശ്ചിത പൊസിഷനിൽ നിങ്ങളുടെ ഒരു പേശിയെ മുറുക്കി പിടിക്കുമ്പോൾ അവിടത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നു സ്വാഭാവികമായിട്ട്. അത് കഴിഞ്ഞ് അവിടെ റിലാക്സ് ചെയ്യുമ്പോൾ ആ ഭാഗത്തേക്ക് ബ്ലഡ് ഇരച്ചു കയറുകയും സാധാ പതിവിൽ കഴിഞ്ഞ് കൂടുതൽ ബ്ലഡ് ആ ഭാഗത്തേക്ക് പാസ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് നെർവ്സിനെ ഇലാസ്റ്റിസിറ്റി കൂട്ടുന്നു. അപ്പോൾ ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ ബി പി ഡൗൺ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ കൈകളിൽ നിന്ന് ക്യൂസ് ചെയ്ത് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഭാഗത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും ബ്ലഡിന്റെ പാസിങ് കുറയുകയും ചെയ്യും. പക്ഷേ ഈ കൈ പതുക്കെ റിലീസ് ചെയ്യാൻ നേരത്തെ ഓട്ടോമാറ്റിക്കലി ഇവിടെ നിന്നുള്ള ബ്ലഡുകൾ നമ്മുടെ നെർവസ് ഭാഗത്തെ കൂടുതലായിട്ട് ചെയ്യുന്നു. ഇതിനെ റിയാക്റ്റീവ് ഹൈപ്പർണിയ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൂടുതൽ ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ അവിടുത്തെ നെർവ്സിനെ ഇലാസ്റ്റിസിറ്റി കൂടുകയും കൂടുതൽ ബ്ലഡ് ചെയ്യുകയും ചെയ്യുന്നു ആ ഭാഗത്തേക്ക്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബി പി ഡൗൺ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. അപ്പോൾ 1-2 എക്സസൈസ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിനായിട്ട് നമുക്ക് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് കൈകൾക്കൊക്കെ ബലം വെക്കാനും പവർ വെക്കാനായിട്ട് നമ്മൾ കണ്ടിട്ട് സ്പ്രിങ് ലോഡഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണിത്. ഇത് നമ്മുടെ വലത് കൈയിൽ ഇങ്ങനെ പിടിക്കാം. അതുപോലെ തന്നെ ഒരു ബോൾ എടുക്കാം. ഈ ബോൾ ഇടത് കൈയിലും പിടിക്കാം. ഇത് 2 കൈയിലും ബോൾ പിടിക്കാം, അല്ലെങ്കിൽ 2 കൈയിലും ഈ ടൂള് പിടിച്ചാലും കുഴപ്പമില്ല. ഞാനിത് രണ്ടും കാണിക്കുന്ന 2 രീതിയിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഇത് വലത് കൈയിൽ ഇത് പിടിക്കുന്നു, ഇടത് കൈ ബോൾ പിടിക്കുന്നു, എന്നിട്ട് ക്യൂസ് ചെയ്യുക. ശരി, ക്യൂസ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ എന്നിട്ട് ഒരു 30 സെക്കൻഡ്സ് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. അപ്പോൾ 30 സെക്കൻഡ്സ് ഇങ്ങനെ പിടിച്ച ശേഷം സാവകാശം റിലീസ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് ഈ ഭാഗത്തുള്ള ക്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഭാഗത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നു. അത് കഴിഞ്ഞ് ഇത് റിലീസ് ചെയ്യുമ്പോൾ റിലാക്സ് ചെയ്യാൻ നേരത്ത് ബ്ലഡ് സർക്കുലേഷൻ ആ ഭാഗത്തേക്ക് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബി പി ഡൗൺ ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മളൊരു 4-5 സെറ്റ് ഒരു ദിവസം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ 2 നേരം നമ്മൾ ഈ എക്സസൈസ് നമുക്ക് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബി പി കുറക്കാൻ സാധിക്കും. ഈ എക്സസൈസ് മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ പാരലായിട്ട് ഈ എക്സസൈസ് ചെയ്യാം. പിന്നെ നമുക്ക് കാർഡിയാക് പരമായിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ എക്സസൈസ് ചെയ്യുവാനാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ഇഷ്ടംമാതിരി ബി പി ഉള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഈ സന്ദേശം പാസ് ചെയ്യുക. തീർച്ചയായിട്ടും അവർക്ക് ബി പി കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ തുടർ വീഡിയോയിൽ ഇതുപോലെയുള്ള ടിപ്പുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നമസ്തേ.